അഹല്യാസ് മോക്ഷത്തിന് ശേഷം ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ മിഥിലയിലേക്ക് പോയി. മിഥിലയിൽ ചെന്നു, ഗംഗാ നദി കടന്ന് മിഥിലയിലെത്തി. അവിടെ വിശ്വാമിത്രൻ മഹർഷി വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് വേഗം ജനക മഹാരാജാവ് വന്ന് സ്വീകരിച്ചു. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രണ്ട് ചെറുപ്പക്കാരെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ആരാണ് ഇവരെന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിൻ്റെ മക്കളാണ് രണ്ടുപേര്. മൂത്ത ആൾ ശ്രീരാമൻ, രണ്ടാമത്തെ കൂടെയുള്ള ആൾ മൂന്നാമത്തെ മകനായിട്ടുള്ള ലക്ഷ്മണനാണ് എന്ന് പറഞ്ഞു. വിശ്വാമിത്ര മഹർഷി അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു. താടകയെ വധിച്ചത്, തൻ്റെ യാഗം രക്ഷിച്ചത്, അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തതൊക്കെ. എന്തായാലും ഈ രണ്ട് സുന്ദരന്മാരായ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ജനക മഹാരാജാവ് തൻ്റെ ആഗ്രഹം പറഞ്ഞു. തൻ്റെ മകളായ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ആലോചിക്കുകയാണ്. ഇതിൽ ശ്രീരാമൻ താൻ പറയുന്നതായ കാര്യത്തെ ചെയ്യുകയാണെങ്കിൽ ആ സാക്ഷാത് ശിവഭഗവാന്റെ വില്ലുണ്ട്, ത്രയംബകം എന്ന് പറഞ്ഞ്, ആ വില്ല് കുലിച്ചാൽ സീതയെ വേൽക്കാനായിട്ടുള്ള യോഗ്യത ഉണ്ടാവും. അപ്പം അത് ചെയ്യൂ, അതിന് സാധിക്കുമെന്ന് വിശ്വാമിത്രൻ അനുമതി തേടിയപ്പോൾ വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു. അങ്ങനെ വില്ല് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. 5000 പേര് കൂടിയിട്ട് ആണ് ആ ഭഗവാന്റെ വില്ലിനെ കൊണ്ടുവന്നതെന്ന് പറയാം. കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. ആ ഭഗവാന്റെ ആ ത്രയംബകം എന്ന് പറഞ്ഞ വില്ല് കണ്ടിട്ട് ശ്രീരാമന് വലിയ സന്തോഷമുണ്ടായി. വേഗം അതിനെ വന്ദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ വില്ലെടുത്ത് കൊലയ്ക്കാൻ പറ്റുമോ, വലിക്കാമോ, ഞാൻ കെട്ടി അസ്ത്രം വലിക്കാമോ? ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, എല്ലാമാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. ഇതെല്ലാം ആവും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ചെയ്താൽ. അതുകൊണ്ട് മംഗള, കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ മംഗളം എന്നർത്ഥം, വിവാഹം എന്നുള്ള അർത്ഥത്തേക്കാൾ നല്ലത് വരുന്നതാണ്. മന്ദഹാസവും പൂണ്ടു രാഘവൻ അത് കേട്ടു മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ഇത് കേട്ട് ആ ശ്രീരാമൻ ആ വില്ലിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ടോ അതിനെ വണങ്ങി ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. വലിയ തേജസ്സോടു കൂടിയിട്ട് വേഗത്തില് ആ വില്ല് വലിച്ച് ആ അസ്ത്രം വിട്ടു. അസ്ത്രം വിടാനായിട്ട് തയ്യാറായ സമയത്ത് വില്ല് അങ്ങോട്ട് മുറിഞ്ഞുപോയി. വില്ല് കുലയ്ക്കാൻ നോക്കിയ സമയത്ത് അസ്ത്രം ചേർത്ത് വിടാനായിട്ട് സാധിച്ചില്ല. അപ്പോഴേക്കും വില്ല് മുറിഞ്ഞു വീണു. അപ്പൊ വില്ല് മുറിക്കുക എന്നുള്ളതും ഒരു തരത്തില് പറയുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. വില്ല് മുറിക്കുന്ന ആൾക്കാണ് മകളെ വിവാഹം ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർ പറയും വില്ല് കുലച്ചാൽ അതാണ്, കുലയ്ക്കുക എന്നുള്ളതാണ് മത്സരം. എന്തായാലും ഇവിടെ അധ്യാത്മരാമായണത്തില് വില്ല് മുറിക്കുന്ന ആൾക്ക് എന്നാണ്. അതെന്തായാലും ഓരോ രാമായണത്തിൽ ഓരോ തരത്തിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും രാമൻ ആ വില്ല് കുലയ്ക്കാൻ നോക്കിയപ്പോൾ വില്ല് മുറിഞ്ഞു. ഇങ്ങനെ നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്ന് മാറ്റലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം 5000 പേര് എടുത്തുകൊണ്ടുവന്ന വില്ലാണ് രാമൻ ഒറ്റയ്ക്ക് എടുത്ത് കൊലയ്ക്കാൻ നോക്കുന്നത്. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും അങ്ങനെ പല കാര്യങ്ങളും നടന്നു. ദേവന്മാർക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടായി. ഭഗവാന്റെ ആ വിവാഹം നടക്കാൻ പോവാണ്. വേഗം ജനക മഹാരാജാവ് ചെന്ന് കെട്ടിപ്പിടിച്ചു ആ രാമനെ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നട്ടുങ്ങീ രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മറ്റു രാജാക്കന്മാരൊക്കെ പേടിച്ചു പറിച്ചു. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. ഇടിവെട്ടുന്ന സമയത്ത് നമുക്കൊക്കെ പേടി, ഈ മയിലിനൊക്കെ ആനന്ദമാണ്. അതുപോലെ സീതാദേവിക്ക് വലിയ ആനന്ദമായി ഈ ആ വില്ല് മുറിച്ചപ്പോൾ. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാൻ. ആ സീതാദേവിയെ അമ്മമാരും തോഴിമാരും
ദാസിമാരെല്ലാവരും കൂടി നന്നായി അണിയിച്ചൊരുക്കി ആ സീതാദേവി ആ രാമന്റെ മുന്നിൽ വന്ന് നിന്നു. അതിസുന്ദരിയായിട്ട് വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിരുന്നാൻ. ആദ്യം തൻ്റെ കൺകോണ് കണ്ടുള്ള നോട്ടമാകുന്ന ആ താമരമാല സമർപ്പിച്ചു. പിന്നെ ശരിക്കും ആ വരണാർത്ഥം, ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാലയെ കഴുത്തിൽ ചേർത്തു. ഇങ്ങനെ അവരുടെ വിവാഹത്തിൻ്റെ നിശ്ചയം എന്ന് വേണമെങ്കിൽ പറയാം, അത് നടന്നു എന്ന് പറയാം. പക്ഷേ ഇത് രാമന്റെ അച്ഛനോ അമ്മയോ ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ വേഗം വിശ്വാമിത്ര മഹർഷിയോട് ആലോചിച്ചിട്ട് ദൂതന്മാരെ പറഞ്ഞയച്ചു അയോധ്യയിലേക്ക് ദശരഥ രാജാവിനെ വരുത്താൻ. ആ ദൂതന്മാർ വേഗം ചെന്നു. ദിവസങ്ങൾക്കുള്ളിൽ അയോധ്യയിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ആ സന്ദേശം കാണിച്ചു കൊടുത്തു. ആ സന്ദേശം വായിച്ച് ദശരഥനും ഭാര്യമാരും എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടു. അഗ്നിമാൻ ഉപാധ്യനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. തൻ്റെ ആ പുരോഹിതന്മായ ശ്രേഷ്ഠനായിട്ടുള്ള വസിഷ്ഠ മഹർഷി, ഭാര്യയായിട്ടുള്ള അരുന്ധതി തുടങ്ങിയ ആളുകളായിട്ട് തൻ്റെ മക്കളായുള്ള ശത്രുഘ്നന്മാരെ ഭാര്യമാരെ ഇവരോടൊക്കെ കൂടിയിട്ട് ദശരഥൻ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ആ മിഥിലയിൽ വന്നു. മിഥിലയിൽ വലിയ സ്വീകരണമൊക്കെ കൊടുത്തു. അവിടെ അച്ഛനും മക്കളൊക്കെ കണ്ടുമുട്ടി. രാമനും ലക്ഷ്മണനും അച്ഛനെയും അമ്മയെയൊക്കെ നമസ്കരിച്ചു. അതുപോലെ രാമനെ ഭരതനും ശത്രുഘ്നെയൊക്കെ നമസ്കരിച്ചു. ലക്ഷ്മണൻ ഭരതനെ നമസ്കരിച്ചു. ഇങ്ങനെ എല്ലാവരും പരസ്പരം ആദരിക്കേണ്ട ആളുകളൊക്കെ ആദരിച്ചു. എല്ലാവരും അനിയന്മാരൊക്കെ ശ്രീരാമനെ നമസ്കരിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ജനകൻ പറഞ്ഞു, എനിക്ക് 4 മക്കളുണ്ട്, 4 പെൺമക്കളുണ്ട്. ജനകന്റെ മക്കൾ 2 പേര്, സീതയും ഊർമിളയും. ജനകൻ സീരധ്വജന്റെ അനിയൻ കുശധ്വജൻ, അദ്ദേഹത്തിന് 2 മക്കള്, മാണ്ഡവിയും ശ്രുതകീർത്തിയും. അങ്ങനെ ഈ 4 പെൺമക്കളുടെ വിവാഹം ദശരഥന്റെ 4 മക്കൾക്കായിട്ട് നടത്തി കൊടുക്കാനായി തീരുമാനിച്ചു. ഇവിടെ ഭഗവാന്റെ ആ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ഭേരിദുന്ദു വിമുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. ആ ഹോമം കഴിച്ച് വേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത്, എന്തൊക്കെയാണോ വിവാഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് തൻ്റെ മകളായ സീതയെ ആ ശ്രീരാമന് വിവാഹം കഴിച്ചു കൊടുത്തു. ഇവിടെ പറയാണ്, ഭഗവാന്റെ ആ പാദതീർത്ഥം ധരിച്ചെങ്ങനെ ആനന്ദത്തോടുകൂടി ജനകൻ നിന്നു പറയാം. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ആ ബ്രഹ്മാവും ശിവഭഗവാനും ഒക്കെ ആരുടെ പാദതീർത്ഥമാണോ ധരിക്കുന്നത്, ആ പാദതീർത്ഥം തന്നെ തൻ്റെ ശിരസിൽ ധരിക്കാൻ ഇടയായില്ലോ എന്ന് സന്തോഷത്തോടുകൂടി ഇങ്ങനെ ജനകൻ നിന്നു എന്ന് പറയാം. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും. ഊർമിളയെ ലക്ഷ്മണൻ വിവാഹം ചെയ്തു. കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി. ഇവിടെ ഒരു വാചകം കൊടുത്ത ചെറിയൊരു വാക്കുകൾ കൊടുത്ത ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ, മാണ്ഡവി ഭരതന്റെ ഭാര്യയാണ്, ശ്രുതകീർത്തി ശത്രുഘ്നന്റെ ഭാര്യയാണ്. ഇതിലൊരു ക്രമം അനുസരിച്ച് ഒരാൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇതങ്ങനെയല്ല എന്ന്. മാണ്ഡവിയുടെ ഭർത്താവാണ് ഭരതൻ, ശ്രുതകീർത്തിയുടെ ഭർത്താവാണ് ശത്രുഘ്നൻ. എന്തായാലും 4 പേരുടെയും വിവാഹം ഗംഭീരമായി. അപ്പോൾ തൻ്റെ മകളെ സീതയുടെ ചരിത്രത്തെക്കുറിച്ച് ജനകൻ അവിടെ സ്മരിച്ചു. ഈ ജനകനെ ആ ഉഴവുചാലിൽ നിന്ന്, സീതയിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് സീത എന്ന് പേരുണ്ടായത്. അപ്പൊ നാരദ മഹർഷി വന്ന് സീതയുടെ ആ ജനവൃത്താന്തമൊക്കെ പറഞ്ഞു. ഭഗവാൻ ഇവിടെ വരും, ആ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഇപ്പൊ അത് സംഭവിച്ചു. ഭഗവാനെ തന്നെ, സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ ഭഗവാനെ തന്നെ രാമനായിട്ട് വന്ന് ആ രാമനെ തന്നെ തൻ്റെ മകൾക്ക് ഭർത്താവായി കിട്ടി എന്ന് പറഞ്ഞു. എന്നിങ്ങനെ ആ സീതാ സ്വയംവര ഭാഗത്തെ പറഞ്ഞു. സീതാ സ്വയംവരം കഴിഞ്ഞതിന് ശേഷം ജനകൻ ഭഗവാനെ സ്തുതിക്കുന്ന ചെറിയൊരു സ്തുതിയുണ്ട്. ആ ഭാഗം കൂടിയും ഇതിൻ്റെ കൂടെ കാണേണ്ടതാണ്.
അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ തൊൽ പ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിൽ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. സാക്ഷാൽ കാമദേവന് തുല്യമായിട്ടുള്ള ചിത്പുരുഷൻ ആ ഭഗവാനെ നോക്കിയിട്ട് പിന്നെ ജനകൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം. എൻ്റെ ജന്മം സഫലമായി. എന്തുകൊണ്ടാ സഫലമായത്? ഗദ്യോതായുധ സഹസ്രോദ്യോത രൂപത്തോടും ഗദ്യോതാന്വയെ പിറന്നൊരു നിന്തിരുവടി. ഗദ്യോതായുധ സഹസ്ര എന്ന് പറഞ്ഞാൽ ഗദ്യോതം, ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തെ ദ്യോതിപ്പിക്കുന്ന സൂര്യൻ. ആയുധ സഹസ്രം, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആ സൂര്യന്മാരുടെ ആ തേജസ്സോട് കൂടിയിട്ട് ആ പ്രഭയോട് കൂടിയുള്ള രൂപത്തോടെ ഗദ്യോത അന്വയെ, ഗദ്യോതം സൂര്യൻ, സൂര്യാന്വയെ സൂര്യവംശത്തിൽ ജനിച്ച നിന്തിരുവടി അവിടെ നിന്ന് വിദ്യുൽ സംയുതമായ ജീമൂതം എന്ന പോലെ. വിദ്യുത് മിന്നൽ, മിന്നലിനോട് ചേർന്ന ജീമൂതം ആ കാർമേഘം പോലെയാണ്, മേഘം പോലെയാണ്. ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം. അവിടുത്തെ ശക്തിയായ ഈ ദേവി സീതയോട് കൂടിയിട്ട് കണ്ടപ്പോ ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. ഭക്തവത്സലായ ഭഗവാനെ, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സിദ്ധിച്ചു, നടന്നു. രക്തപങ്കജരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. നിന്റെ ആ ചുവന്ന് തുടുത്ത താമരപ്പൂ പോലെയുള്ള പാദങ്ങളില് ഭക്തി ഉണ്ടാവണേ, എനിക്ക് മുക്തി ഉണ്ടാവണേ. തൊൽപാദാംബുജകളിതാംബു ബിന്ദുക്കൾ ധരിച്ച് ഉൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ഭഗവാനെ, അവിടുത്തെ പാദങ്ങളിൽ നിന്നുണ്ടായ ആ വെള്ളത്തുള്ളികളുണ്ടല്ലോ, അത് ധരിച്ചിട്ടാണ് ബ്രഹ്മാവ് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നത്. തൊൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ഭഗവാനെ, അവിടുത്തെ പാദങ്ങളിൽ നിന്നുള്ള വെള്ളത്തുള്ളികൾ, അതുകൊണ്ടാണ് സർപ്പഭൂഷണൻ ശിവഭഗവാൻ ഈ ലോകം മുഴുവൻ തന്നിലേക്ക് എടുക്കുന്നത്. തൊൽപാദാംബുജകളിതാംബുധാരണം കൊണ്ട് സത്പുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ഭഗവാനെ, അവിടുത്തെ പാദ തീർത്ഥം ശിരസി ധരിച്ചതിന് ഫലമായിട്ടാണ് ആ ബലിക്ക് ആ ഇന്ദ്രപദവി കെടുത്തി അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനാവാനുള്ള ഭാഗ്യം ഉണ്ടായത്. തൊൽപാദാംബുജര സ്പൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വേർപെട്ടു നിർമ്മലയായാൾ. അവിടുത്തെ ആ പാദത്തിലെ ആ പൊടി വീണപ്പോ, പൊടി ഏറ്റപ്പോ അഹല്യയ്ക്ക് എല്ലാ പാപങ്ങളും വേർപെട്ടു, പാപങ്ങളൊക്കെ നീങ്ങി പരിശുദ്ധയായി. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ. അവിടുത്തെ ആ നാമകീർത്തനം കൊണ്ട്, നാമം ജപിച്ചുകൊണ്ട് എല്ലാ ബന്ധനങ്ങളും നീങ്ങി മോക്ഷത്തെ നേടുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ, യോഗസ്ഥന്മാർ, യോഗത്തിൽ ഉറച്ചിരിക്കുന്ന മുനിമാര്. ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. അതുകൊണ്ട് അവിടുത്തെ പാദപങ്കജങ്ങളെ, ആ പാദങ്ങളെ എപ്പോഴും ചിന്തിക്കാനായിട്ട് സാധിക്കണേ. ഇങ്ങനെ ആ ജനകൻ വളരെ ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനെ ആ വിവാഹ വേദിയിൽ വെച്ച് തന്നെ സ്തുതിച്ചു. ജനകന്റെ സ്തുതി വളരെ ചെറുതാണെങ്കിലും വളരെ ക്ഷേമമാണ്. പിന്നീട് ജനകൻ തൻ്റെ മകളെ ഈ വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കൈപിടിച്ചു കൊടുക്കുക. കൈപിടിച്ചു കൊടുത്ത് പതിവ്രതാധർമ്മമൊക്കെ ഉപദേശിച്ച് യാത്രയാക്കിയതാണ്. വാൽമീകി രാമായണത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് ജനകൻ പറയുന്നത്. ഇയം സീതാ മമസുത തവ ധർമ്മചാരി സഹ. എൻ്റെ മകളായ സീതയെ ഞാൻ നിനക്ക് കൈപിടിച്ചു തരികയാണ്. ഇനിയുള്ള കാലം എല്ലാ ധർമ്മം അനുഷ്ഠിക്കാനായി നിന്റെ കൂടെ ഇവൾ ഉണ്ടാകും. ഇത് ഓരോ മകളുടെയും അല്ലെങ്കിൽ ഓരോ മക്കളുടെയും വിവാഹ സമയത്ത് അച്ഛനമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇത് ജീവിതകാലം മുഴുവൻ ധർമ്മം ആചരിക്കാനാണ് ഈ വിവാഹബന്ധം അല്ലെങ്കിൽ വിവാഹം എന്നുള്ള കാര്യം ഓരോ ചെറുപ്പക്കാരും അറിയണം. ഇതൊക്കെ ഈ രാമായണത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ജനകന്റെ ഉപദേശം ശിരസാവഹിച്ച് സീത ജീവിച്ചത് നമുക്ക് കാണാം, രാമൻ ജീവിച്ചതൊക്കെ നമുക്ക് കാണാം. ഇനി അവര് അയോധ്യയിലേക്ക് പോകുന്നതും പോണ വഴിക്ക് പരശുരാമ മഹർഷി വരുന്നതും അദ്ദേഹത്തിൻ്റെ ആ തപസ്സിനെ മുഴുവൻ സ്വീകരിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ്. അത് തുടർന്ന് കാണാം.